നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൺസർവേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ്. ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, ഹിസ്റ്റോറിക്കൽ ടൂറിസം ഏതൊക്കെ ടൈപ്പ് ടൂറിസം ആണെന്ന്, മ്യൂസിയംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചിരുന്ന ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് ഉണ്ട്, ചരിത്ര സ്മാരകങ്ങളും കോട്ടകളും അങ്ങനെയൊക്കെയുള്ള കേന്ദ്രങ്ങളെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സൈറ്റ്സിന്റെ കൺസർവേഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഹിസ്റ്റോറിക്കൽ സൈറ്റ്സിന്റെ കൺസർവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് അത് അത്രയും വർഷങ്ങൾ പഴക്കമുള്ള മോണുമെന്റ്സ് ആയിരിക്കും ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ ധാരാളം ടിയർ ആൻഡ് വിയർ ഒക്കെ വരാനുള്ള, കേടുപാടുകളും തേയ്മാനങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കാലപ്പഴക്കത്താൽ മങ്ങിപ്പോകാനും കേടുവന്നു പോകാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ട രീതിയിൽ വളരെ മോഡേൺ ആയിട്ടുള്ള സാങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ കൺസർവേറ്റ് ചെയ്യുന്നതിന്റെ സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പൊതുജനത്തിന്റെ ഒരു ചരിത്ര പൈതൃകം അതിന് സാക്ഷ്യം വഹിക്കുന്ന ഒന്നാണ് ശരിക്കും ഈ ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ പൈതൃകത്തിന്റെ, പൂർവികർ ഉപയോഗിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ പൂർവികരുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നവയാണ് ഈ മോണ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതില് പ്രധാനപ്പെട്ട സൈറ്റ്സ് വരാം, കെട്ടിടങ്ങൾ വരാം, ലിഖിതങ്ങൾ വരാം, അതുപോലെ തന്നെ റെലിക്സ്, പുരാവസ്തു അവശിഷ്ടങ്ങൾ വരാം. ഇതെല്ലാം ഈ ഒരു സൈറ്റ്സിന്റെ, ഹിസ്റ്റോറിക്കൽ സൈറ്റ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഇവ എങ്ങനെയൊക്കെയാണ് കൺസർവേറ്റ് ചെയ്യേണ്ടത്, സംരക്ഷിക്കേണ്ടത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചരിത്ര പൈതൃകത്തിന്റെ സംരക്ഷണം. ഈ ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ് സംരക്ഷിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ചരിത്ര പൈതൃകം സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ജനതയുടെ സംസ്കാരവും പൈതൃകമൊക്കെ നമുക്ക് തലമുറയായിട്ട് കൈമാറ്റം ചെയ്തല്ലേ, ഇത് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. സോ അങ്ങനെ നമ്മൾ ഇന്ന് കൈയാളുന്ന അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഈ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ പൂർവികർ ജീവിച്ച അല്ലെങ്കിൽ അവർ നമുക്ക് കൈമാറി തന്നിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഇതിന്റെ വളരെ ഏറ്റവും സത്യസന്ധമായിട്ട് ഇത് അടുത്ത ജനറേഷന് കൈമാറുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, അല്ലെ? ഇപ്പോൾ നമ്മൾ പ്രസന്റ് ആയിട്ട് ജീവിക്കുന്ന നമ്മൾ വരും തലമുറയ്ക്ക് ഇത് കൈമാറി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ പൂർവികർ കോട്ടം തട്ടാതെ നമുക്ക് തന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് കൈമാറ്റം ചെയ്യേണ്ടതുണ്ട്. ഇനി അത് വിദ്യാഭ്യാസവും ഗവേഷണത്തിനും ഒക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. കാരണം ചരിത്രവും പുരാവസ്തു ശാസ്ത്രം, ആർക്കിയോളജിക്കൽ എവിഡൻസ് ഒക്കെ അത് കൃത്യമായിട്ട് സംരക്ഷിക്കപ്പെടേണ്ടത് വിദ്യാഭ്യാസ കാര്യത്തിന് അത്യാവശ്യമാണ്. മറ്റൊന്നാണ് വിനോദ ടൂറിസമാണ് മറ്റൊന്ന് വരുന്നത്. ലെഷർ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് വിസിറ്റ് ചെയ്യാറുണ്ട്. അത് ആ ഒരു പ്രദേശത്തിന് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി തരുന്നതാണ്, അല്ലെ? അപ്പൊ നമ്മുടെ ഡൽഹിയിലൊക്കെയുള്ള ചരിത്ര സ്മാരകങ്ങൾ പ്രതിവർഷം കോടിക്കണക്കിന് രൂപയാണ് അവിടെ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ അതൊരു ഇൻകം ജനറേഷന്റെ മാർഗമാണ്. അപ്പോൾ ആ രീതിയിൽ അതുപോലെ നമുക്കൊരു സ്വാഭിമാനം തോന്നും. നമുക്കൊരു മോണ്യുമെന്റിൽ പോയി നിൽക്കുമ്പോൾ ഇത് നമ്മുടെ രാജ്യമാണ്, എന്റെ രാജ്യത്തിന്റെ മോണ്യുമെന്റ് ആണ്. അപ്പോൾ ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം താജ്മഹൽ എന്ന് പറയുന്ന ആ ഒരു മോണ്യുമെന്റ് ലോകത്തിന് മുൻപിൽ പ്രസന്റ് ചെയ്യുമ്പോൾ, അത് ലോക ടൂറിസം മാപ്പിൽ ഈ അടയാളപ്പെടുത്തപ്പെടുമ്പോൾ, താജ്മഹലിനെ അടയാളപ്പെടുത്തപ്പെടുമ്പോൾ ആസ് എൻ ഇന്ത്യൻ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അഭിമാനം തോന്നും. അപ്പോൾ ഇങ്ങനെ ഇതൊരു പാരമ്പര്യത്തിന്റെ ഒരു പൈതൃകം ഉയർത്തിപ്പിടിക്കൽ കൂടിയാണത്. ഇനി നമ്മൾ ഈ ഇത്തരം കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ സൈറ്റ്സ് നേരിടുന്ന കുറെ വെല്ലുവിളികളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത് നാശനഷ്ടങ്ങൾ തന്നെയാണ്. നമ്മൾ ഒരുപാട് രീതിയിൽ ഇത്തരം മോണ്യുമെന്റ്സ് കാലാവസ്ഥ കൊണ്ടും അതുപോലെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, ഭൂകമ്പങ്ങൾ, ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇത്തരം മോണ്യുമെന്റ്സിന് തകരാറുകൾ സംഭവിക്കാറുണ്ട്. അതുപോലെ മനുഷ്യന്റെ ഇടപെടലുകൾ വളരെയധികം പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ് മനുഷ്യ ഇടപെടലുകൾ. അപ്പൊ നമ്മൾ ചില കെമിക്കൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഈ താജ്മഹലിന്റെ ആ ഒരു മാർബിളിന്റെ കളറ് മങ്ങി വരുന്നതായിട്ടുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? അതെങ്ങനെയാണ്? അത് ഈ പറയുന്ന പല കാർബൺ സംയുക്തങ്ങളുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട്, അല്ലെ അതിന്റെ എമിഷൻ, കാർബൺ വാതകങ്ങളുടെയൊക്കെ ഈ എമിഷൻ കാരണമാണ് ഈ താജ്മഹലിനൊക്കെ ഈ രീതിയിലുള്ള നിറമങ്ങലൊക്കെ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വിയർ ആൻഡ് ടിയേഴ്സിനൊക്കെ നമ്മൾ മനുഷ്യരുടെ ഇടപെടലും കാരണമാകുന്നുണ്ട്. ഇനി സംരക്ഷണ എന്ന് പറയുന്നത് വലിയ ചിലവേറിയ ഒന്നാണ്. ഇത്തരം മോണ്യുമെന്റ്സ് ഒക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് കൃത്യമായിട്ട്
വാക്സിനേഷൻ ടെക്നോളജി ഒക്കെ കൊടുത്തുകൊണ്ട് ഇതിനെയൊക്കെ നിലനിർത്തി പോവുക എന്നുള്ളത് ചിലവേറിയതായതുകൊണ്ട് പലപ്പോഴും ഭാരിച്ച ഈ ചിലവ് താങ്ങാൻ സാധിക്കാത്തത് കൊണ്ടും അത് ആ ഭാഗത്തേക്ക് വല്ലാതെ കെയർ ചെയ്യാതിരിക്കാറുണ്ട്. ദെൻ കാലപ്പഴക്കം മൂലം വളരെ സ്വാഭാവികമായിട്ട് വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. കാലപ്പഴക്കം അല്ലെ, നമുക്ക് മനുഷ്യർ എത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചാലും കാലപ്പഴക്കം തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ട് വരുന്ന ഇത്തരം ഡീക്കേസും ഉണ്ടാവാറുണ്ട്. ഇനി ഇതിന്റെ സംരക്ഷണത്തിന് എന്തെല്ലാം ചെയ്യാം എന്നുള്ളതാണ്. ഇതിന്റെ പ്രതിവിധി വേണമല്ലോ. അപ്പൊ നമ്മൾ ഇതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേത് നിയമപരമായിട്ടുള്ള, അതുപോലെ പോളിസി മേക്കിംഗ്, നയ രൂപീകരണം അല്ലെ, നിയമനിർമ്മാണവും നയരൂപീകരണവുമാണ് ഒന്നാമത്തേത്. ഇപ്പോൾ നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ദേശീയ ചരിത്ര സ്മാരകങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മെഷേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നിയമനിർമ്മാണങ്ങൾ നടത്തുക. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആ ഒരു ബാധ്യത നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് അല്ലെ, നമ്മുടെ മൗലിക കർത്തവ്യമായിട്ട് ഓരോ ഇന്ത്യക്കാരന്റെ മേലും അതിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഭരണഘടന. എന്ന് പറയുന്നത് പോലെ പല രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ, അതുപോലെ തന്നെ പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് ഈ നമ്മുടെ ചരിത്ര പൈതൃകങ്ങൾക്ക്, സ്മാരകങ്ങൾക്കൊക്കെ കേടുപാടുകൾ സംഭവിക്കുന്ന രീതിയിലുള്ള ഡീഡ്സ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ പണിഷബിൾ ഒഫൻസ്. അപ്പൊ ആ ഒരു രീതിയിൽ വരുന്നു. ഇനി ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, 3D സ്കാനിങ്ങും അതുപോലെ ഡിജിറ്റൽ ഡോക്യുമെന്റേഷനും സ്മാരകങ്ങളുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ആധുനികമായിട്ടുള്ള സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന പദ്ധതികളും ഒക്കെ നടപ്പിൽ വരുത്തുക എന്നുള്ളത് ഇതിനെ സംരക്ഷിക്കുന്ന ഒരു മാർഗമാണ്. മറ്റൊന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ജനകീയ പങ്കാളിത്തമാണ്. ഇത്തരം വസ്തുക്കൾ അല്ലെങ്കിൽ ഇത്തരം സ്മാരകങ്ങള് ഇത് നമ്മുടെ പൈതൃകമാണ്, ഇത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നുള്ള ഒരു പൊതുബോധം ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇത്തരം കേടുപാടുകൾ സംഭവിക്കാതെ ഇതിനെ സംരക്ഷണം തന്നെ ഒരു ജനകീയ അടിത്തറയോടുകൂടി ഒരു സംരക്ഷണ പദ്ധതി നടപ്പിലാക്കാനായിട്ട് സാധിക്കും. ഇനി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു കാര്യം. ആ ഒരു പ്രദേശത്തിന്റെ ശുചിത്വം ഉറപ്പാക്കും. പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഒക്കെ ഒരുപാടുണ്ട് അല്ലെ. നമ്മുടെ ഒട്ടുമിക്ക ടൂറിസം സെന്ററുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് പൊല്യൂഷൻ. പ്ലാസ്റ്റിക് കൊണ്ട് മലിനീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ബോട്ടിൽസും പ്ലാസ്റ്റിക് കവറുകളും ഒക്കെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയും. ഇങ്ങനെ ഇതിനൊക്കെ ഒരു തടയിട്ട് കഴിഞ്ഞാൽ ഏറെക്കുറെയൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഇനി ആഗോള സംഘടനകളുടെ പിന്തുണ ഈ മേഖലയിൽ ഉറപ്പാക്കിക്കൊണ്ട് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിനെ കുറിച്ചാണ്. അപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ പ്രാധാന്യമുള്ള സ്മാരകങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് യുനെസ്കോ കൃത്യമായിട്ടുള്ള ഒരു മാർഗരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ കൺസർവേഷൻ ടെക്നിക്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് എന്ന ഹെഡിങ്ങിൽ നമുക്ക് ഇവയാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തേത് ഡോക്യുമെന്റേഷൻ ആണ്. ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ സ്മാരകത്തിന്റെ നിലവിലുള്ള അവസ്ഥയെ കുറിച്ച് ഏറ്റവും വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ സ്കാൻ ചെയ്ത് 3D സ്കാൻ ഒക്കെ ചെയ്ത് ഈ ഡ്രോൺ ഫോട്ടോഗ്രാഫി ഒക്കെ നമുക്ക് അതിനു വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമുക്കിപ്പോൾ ഒരു വലിയ മോണുമെന്റ് ആണെങ്കിൽ അതിന്റെ ഡ്രോൺ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ഒരു ആകാശീയ ചിത്രം നമുക്ക് അതിൽ നിന്ന് ലഭിക്കും അല്ലെ. മുകളിൽ നിന്ന് എടുത്തിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് ഏത് ആംഗിളിൽ നിന്നും, ഡ്രോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാതെ ചലിക്കുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് താഴെ നിന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് എല്ലാ ഭാഗങ്ങളും മുക്കുമൂലയും ഫോട്ടോസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അതിന്റെ രൂപഭാവവും അവസ്ഥയും ഒക്കെ ഡിജിറ്റലായിട്ട് രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളത് ഒന്നാമത്തെ സംരക്ഷണ മാർഗമാണ്. രണ്ട്, രാസപരമായിട്ടുള്ള സംരക്ഷണമാണ്. ദാറ്റ് മീൻസ് കെമിക്കൽ പ്രിസർവേഷൻ ആണ്. സോ ഇതില് പഴയ ദ്രവ്യങ്ങളും പ്രകൃതി ദ്രവ്യങ്ങളും ഇവയുടെയൊക്കെ കാഴ്ചയെയും അതുപോലെ ഘടനയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാസപദാർത്ഥങ്ങൾ ഇപ്പൊ നമുക്കറിയാം ഈ സെല്ലാക്സ് സൊല്യൂഷനിലൊക്കെ മുക്കിയിട്ട് ഒരു വാക്സ് കോട്ടിങ് കൊടുത്തിട്ട് സംരക്ഷിക്കും. എന്ന് വെച്ചാൽ ഈർപ്പം തട്ടിക്കഴിയുമ്പോൾ നമുക്കറിയാം ഇപ്പൊ നമ്മുടെ വീട്ടിലെയൊക്കെ വസ്തുക്കളൊക്കെ ആണെങ്കിലും ഈർപ്പം തട്ടിക്കഴിയുമ്പോൾ ഈ മൺപാത്രങ്ങളും ഓലകളും ഒക്കെ പൂപ്പൽ പിടിച്ചിട്ടൊക്കെ അടർന്നു പോകാനും പെട്ടെന്ന് കേടുവരാനും നിറം മങ്ങി പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഈർപ്പം നേരിട്ട് ഈ പ്രതലത്തിൽ തട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം വരുന്നത്. അപ്പോൾ നമ്മളൊരു വാക്സ് കോട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് സെല്ലാക്സ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു വാക്സിന്റെ ഒരു സൊല്യൂഷൻ ആണ്, അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇത് ഉണക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ വരുന്ന ഈർപ്പം നേരിട്ട് ഈ വസ്തുവിൽ തട്ടുന്നില്ല. മറിച്ച് ഈർപ്പം വരുന്നത് എവിടെയാണ്? ആ
പിന്നെ അതിന്റെ പുറത്തുള്ള വാക്സ് കോട്ടിങ്ങിലാണ് വരുന്നത്. ആ വാക്സ് കോട്ടിങ് ഉള്ളിലേക്ക് കടക്കാതെ ആ ഈർപ്പത്തെ റെസിസ്റ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കെമിക്കൽ ആയിട്ട് രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. ദെൻ സാങ്കേതിക പുനർനിർമ്മാണം അല്ലെങ്കിൽ ടെക്നിക്കൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയും. ഇത് കാലഹരണപ്പെട്ട ഭാഗങ്ങൾ പുതുക്കി നിർമ്മിക്കും. നമുക്കറിയാം നമ്മുടെ ഈ കോട്ടകളുടെയൊക്കെ ചില ഭാഗങ്ങളൊക്കെ തകർന്നിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ അതിന്റെ മുൻ സ്ട്രക്ചറിനോട് ഏറ്റവും സ്യൂട്ടബിൾ ആയ രീതിയിൽ, സിമിലർ ആയിട്ടുള്ള രീതിയിൽ അതിനെ റീകൺസ്ട്രക്ട് ചെയ്തിട്ട് വരും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്ന ഇന്ത്യയിലെ സ്ഥാപനം എന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ യുനെസ്കോയുടെ പദ്ധതിയുടെ ഭാഗമായിട്ടും ഇത്തരം റീകൺസ്ട്രക്ഷന് വരുന്നുണ്ട്. ദെൻ ടെക്സ്റ്റൈൽ പ്രിസർവേഷൻ ആണ്. തുണിത്തരങ്ങളില് സംരക്ഷിക്കും. പ്രാചീനമായിട്ടുള്ള വസ്ത്രങ്ങൾ, തുണികൾ, ഇതിന്റെയൊക്കെ സംരക്ഷണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹിസ്റ്റോറിക്കലി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ തുണി എന്ന് പറയുന്നത്. പട്ട് വസ്ത്രങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ കൊട്ടാരങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് മേൽത്തരം പട്ടുകള്, അതുപോലെ പലതരം തുണികൾ, ഈ ശവ മഞ്ചങ്ങളൊക്കെ മൂടിയിട്ടുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള പ്രസിദ്ധരായിട്ടുള്ള ഗ്രേറ്റ് മെൻസിന്റെ ഒക്കെ ശവ അങ്കികളൊക്കെ വലിയ ചരിത്ര പ്രാധാന്യമുള്ള വസ്തുക്കളാണ്. അതുപോലെ തന്നെ അവരുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങള്, അവര് മരണസമയത്ത്, യുദ്ധസമയത്തൊക്കെ അവരുപയോഗിച്ച യുദ്ധത്തിൽ മുറിവേറ്റപ്പോൾ കീറിയ വസ്ത്രങ്ങളൊക്കെ, അവരുടെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ, ഇതെല്ലാം വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഐറ്റംസ് ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ കൺസർവേഷൻ എന്ന് പറയുന്നത് അതിന് വേണ്ട ഈ ടെക്സ്റ്റൈൽ കൺസർവേഷന് തന്നെ യൂസ് ചെയ്യുന്ന ആധുനിക സങ്കേതങ്ങളുണ്ട്. അവയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. ഇനി അതുപോലെ തന്നെ പരിസ്ഥിതി നിയന്ത്രണമാണ് മറ്റൊന്ന്. വായുവിലെ ഈർപ്പം, ഉഷ്ണം, കാറ്റ്, ഇങ്ങനെയുള്ള അതിന്റെ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുക. എൻവയോൺമെന്റ് വളരെ സ്യൂട്ടബിൾ ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ടും നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, കൺസർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ചരിത്ര സ്മാരകത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ കൺസർവ് ചെയ്യുന്നതിനോടുകൂടിയും തന്നെ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ സ്മാരകവും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി മറ്റൊന്നാണ് ജിയോ പോളിമർ ടെക്നോളജിയാണ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള, ചരിത്ര സ്മാരകങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനുള്ള മറ്റൊരു ആധുനിക സങ്കേതം എന്ന് പറയുന്നത്. ഇത് കെട്ടിടങ്ങളുടെ അടിത്തറയും അതുപോലെ ഈ ഭിത്തികളും ഒക്കെ വളരെ ദൃഢമായിട്ട് നിലനിർത്താൻ പറ്റിയ ഒരു നൂതന സാങ്കേതിക വിദ്യയാണ് ഈ ജിയോ പോളിമർ ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി ബയോളജിക്കൽ ആയിട്ടുള്ള സംരക്ഷണമാണ് മറ്റൊന്ന്. ബയോളജിക്കൽ സംരക്ഷണം എന്ന് പറയുന്നത് ഈ കീടങ്ങളുടെയും അതുപോലെ സസ്യങ്ങളൊക്കെ നേരിട്ട് വന്നിട്ട് ഇതിനെയൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് നശിപ്പിക്കും. അപ്പൊ ഈ കോട്ടകളുടെ മേലൊക്കെ ചെറിയ പാഴ്ചെടികളൊക്കെ വന്ന് മുളയ്ക്കും. അപ്പോൾ സസ്യാവശിഷ്ടങ്ങൾ അതിന് ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് മുളച്ച് ആ ചെടി വളർന്ന് ചെടിയുടെ വേരുകൾ ഇറങ്ങി ഈ വസ്തു കേടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് ഇത്. ഇനി നമുക്ക് ഹെറിറ്റേജ് അഡാപ്റ്റീവ് റീയൂസ് ആണ് മറ്റൊന്നായിട്ട് വരുന്നത്. പൈതൃക വസ്തുക്കളുടെ ഒരു പുനരുപയോഗം എന്ന് പറയാം. സ്മാരകങ്ങൾ പുതുക്കി ഉപയോഗിക്കുകയും അതിനുള്ള മാർഗങ്ങളൊക്കെ ഈ മ്യൂസിയങ്ങൾ നടപ്പിൽ വരുത്തുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഈ ഒരു മേഖലയിലുള്ള റോളിനെ കുറിച്ചാണ്. റോൾ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, കൺസർവേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് കൺസർവ് ചെയ്യുന്നതിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ 1861 ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനം രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് തന്നെ ഈ രീതിയിലുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസുകളെ പുരാവസ്തു പാലനം തന്നെയാണ്. അപ്പോൾ ഇതിൽ യുനെസ്കോയ്ക്കും അതുപോലെ തന്നെ വലിയ പങ്കുണ്ട്. യുനെസ്കോ പാരീസ് ആസ്ഥാനമാക്കിക്കൊണ്ട് യുനെസ്കോ നമ്മുടെ പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അതിൽ പൊതുജനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നേരിട്ടുള്ള നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത അത്തരം കൺസർവേഷൻസ് ഒക്കെ ഈ പറഞ്ഞ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും യുനെസ്കോയും നേരിട്ട് നടത്തുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.